ശക്തമായ കാറ്റിലും മഴയിലും കോഴിക്കോട് ജില്ലയിൽ കനത്ത നാശനഷ്ടമാണ്. കൊയിലാണ്ടി കുറ്റിനിലം പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പ്രദേശവാസികളെയൊക്കെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നരിപ്പറ്റയിൽ വന്നാൽ അവിടെ ശക്തമായ കാറ്റിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. കുറ്റ്യാടി മലയോര മേഖലയിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. ഇംതിയാസ് കരീമാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ഇംതിയാസ്, കക്കയം ഡാമിൽ അലേർട്ട് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറ്റ്യാടി പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു പൊതു സാഹചര്യം എന്താണ് ജില്ലയിൽ? ആര്യ, ജില്ലയിൽ ഇന്നലെ അർദ്ധരാത്രി വരെ കനത്ത മഴ തന്നെയായിരുന്നു. അതിശക്തമായ രീതിയിൽ മഴ പെയ്തു. ആ മഴ പെയ്തതോടു കൂടിയാണ് പല സ്ഥലങ്ങളിലും വെള്ളം കയറിയതും കാറ്റടിച്ച് വൈദ്യുതി ബന്ധം താറുമാറായൊക്കെ അവസ്ഥയുള്ളത്. എന്നാൽ ഇന്ന് രാവിലെ മുതൽ മഴക്കൽപ്പം ശമനമുണ്ട് എന്ന് തന്നെ പറയാം. ചിലപ്പോഴൊക്കെ ചെറിയ കാറ്റോടുകൂടി ചെറിയ രീതിയിലുള്ള മഴ പെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ജില്ലയിലെ കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊയിലാണ്ടിയിൽ ഇപ്പോൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ഇന്നലെ രാത്രിയോടുകൂടി ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. കുറ്റിനിലം പ്രദേശത്ത് ഈ മഴവെള്ളം വലിയ രീതിയിൽ വന്നതോടുകൂടി വീടുകളിലേക്ക് ചെളിയടക്കം കയറുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഇതോടുകൂടി ഇപ്പോൾ 3 കുടുംബങ്ങൾ ഈ ക്യാമ്പിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട്. ഈ 3 കുടുംബങ്ങളിൽ നിന്നായി ആകെ 9 പേരാണ് ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്നത് എന്നാണ് അവിടെ നിന്നുള്ള വിവരം. അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. മരുതോങ്കരയിൽ, അതുപോലെ തന്നെ നരിപ്പറ്റയിൽ, വിലങ്ങാട്ട്, താമരശ്ശേരിയിലൊക്കെ ഈ രീതിയിൽ കാറ്റടിച്ച് മരങ്ങൾ കടപുഴകി പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഇതുവരെ 42 വീടുകളാണ് ഭാഗികമായി തകർന്ന അവസ്ഥയിലുള്ളത്. 2 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ താമരശ്ശേരിയിലേക്ക് വരുമ്പോൾ, താമരശ്ശേരിയിൽ ഇന്ന് രാവിലെ ഉണ്ടായ കനത്ത കാറ്റിൽ, ശക്തമായ കാറ്റിൽ അവിടെയുണ്ട് ഒരു വീടിന്റെ സോളാർ പാനൽ പറന്നുപോയി. സോളാർ പാനൽ പറന്നുപോയത് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കടയുടെ മുൻപിലേക്കാണ്. ഈ സോളാർ പാനൽ തട്ടി ഷട്ടറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന സ്ഥിതിവിശേഷം താമരശ്ശേരിയിലും ഉണ്ടായിട്ടുണ്ട്. താമരശ്ശേരിയിലെ കട്ടിപ്പാറയിൽ ഇന്നലെ മണ്ണാത്തിയേറ്റ് മല ഇടിഞ്ഞതോടുകൂടി അവിടെയുള്ള 21 കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട്. ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഈ ബന്ധുവീടുകളിലേക്ക് മാറിയവരാരും തന്നെ ഇപ്പോഴും സ്വന്തം വീടുകളിലേക്ക് മാറിയിട്ടില്ല. അവിടെ ആശങ്ക ഒഴിഞ്ഞാൽ മാത്രമേ സ്വന്തം വീടുകളിലേക്ക് ഇവർക്ക് മാറാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ കോഴിക്കോടിന്റെ മുഴുവൻ ചിത്രം നമ്മളിലേക്ക് എത്തിച്ചത്.